ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. യഥാർത്ഥ വെളിച്ചമായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവത്തിൻ്റെ വചനമാണ് മാംസമായി ഈ ലോകത്തിൽ വന്നു പിറന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു പിറന്നത് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ തേടിയാണ്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ് യേശുക്രിസ്തു. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ആകെ അവൻ 3 വർഷക്കാലമാണ് ജനങ്ങളോടുകൂടി അവൻ്റെ ജീവിതം നടത്തിയത്. അവൻ പരസ്യ ജീവിതകാലത്ത് പല പല വ്യാധികളാലും വ്യതകളാലും നീറിക്കൊണ്ടിരുന്ന ആൾക്കാരെ സുഖപ്പെടുത്തിയും പിശാചുക്കളെ സുഖപ്പെടുത്തിയും പിശാചി ബാധകളെ ഒഴിപ്പിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കിയും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയും യേശു ചുറ്റി സഞ്ചരിച്ചപ്പോഴെല്ലാം യേശു ആദ്യമേ തന്നെ എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ അനുദപിച്ച് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ പാപം വെടിഞ്ഞ് മാനസാന്തരത്തിലേക്ക് കടക്കുവാനാണ് ഈശോ ആഹ്വാനം ചെയ്തത്.